കെ എന്ന ഒരു പേരാണ് ലഭിക്കുന്നത്. ഇലക്ട്രിക്കൽ 2 എന്ന അത് നേച്ചർ ക്ലബ്ബ് ഈ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിച്ചിരുന്ന നേച്ചർ ക്ലബ്ബിലെ അംഗമായ വിപിൻ എ എന്ന ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. കുറച്ച് പഴക്കമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതായത് 11/8/2004 സർട്ടിഫിക്കറ്റാണ്. 20 വർഷം മുമ്പുള്ള നേച്ചർ ക്ലബ്ബ് അംഗമായ വിപിൻ എ എന്ന കുട്ടിയുടെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ചില കടലാസ് കഷ്ണങ്ങളും നോട്ടുകളുമൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പോലീസ് സ്റ്റേഷനിലേക്ക് എഴുതിയ ഒരു നിവേദനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൊടുത്ത അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറിനൊക്കെ എഴുതിയിരുന്ന ഒരുപക്ഷെ ഇതിനകത്തു നിന്നൊക്കെ പുറത്തേക്ക് പോയ ഒരാളുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടിരുന്നു. വിപിൻ എന്ന കുട്ടി ഇപ്പോൾ ഉണ്ടോ, രക്ഷപ്പെട്ടോ? ഇനിയും തകർന്നു കിടക്കുന്ന വീടുകളുണ്ട് നമുക്ക് മുന്നിൽ. രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിശേഷം തകർന്ന മറ്റൊരു വീടാണ് എൻ്റെ ഇടതുവശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തും നമ്മൾ ഒരുപക്ഷെ കടന്നു പോകുന്ന ഇടത്തുമൊക്കെ ഒരു വീടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ചെരുപ്പുകളും മറ്റുമൊക്കെ പൊട്ടിയ രീതിയിൽ ഗ്യാസ് കുറ്റി കാണാം. ഇവിടെയും ഒരു വീടുണ്ടായിരുന്നു. ഇവിടെ ഒരു ക്ലോത്ത് ടൈപ്പ് പോലുള്ള സാമഗ്രികളാണ്. ഒരുപക്ഷെ കൊച്ചു കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഒരു വീടാണിത് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഡയപ്പറാണ്, കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഡയപ്പറാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ഒഴുകി വന്നതാണോ അതോ വീടിന്റെ ഭാഗത്തുള്ളതാണോ എന്ന് നമുക്കറിയില്ല. മറുവശത്ത് മറ്റൊരു വീട് നമ്മുടെ കാഴ്ചകളിലുണ്ട്. ഇത്തരത്തിൽ അങ്ങേയറ്റം നമുക്ക് പറയാൻ പോലും കഴിയാത്ത വിധം ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പുറത്തെ വശത്തും ഈ ഷംസുദ്ദീന്റെ വീടിന്റെ അവിടെ നിന്നും മാറി വരുന്ന ഇടത്തും ഏതാണ്ട് അങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ്. ഒരുപാട് തുണികൾ മറ്റുമൊക്കെ കിടക്കുന്നു. അവിടെ നിന്നും മുന്നോട്ട് പോയാൽ ഒരു കുട്ടിയുടെ സൈക്കിളിന്റെ ചക്രമാണിത്. ഒരു കുട്ടിയുടെ സൈക്കിളിന്റെ ചക്രമാണ് ഇപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്നത്. ഈ ചക്രത്തിനപ്പുറം ഇത് കുട്ടികളുടെ തൊട്ടിൽ, ആ തൊട്ടിലിന്റെ ഭാഗമാണത്. തൊട്ടിൽ വെക്കുന്ന മുകളിലേക്ക് വെക്കുന്ന ആ തുണി അടക്കമുള്ള ഭാഗങ്ങളുള്ള ഒരു തൊട്ടിലിന്റെ ഭാഗമാണ്. അത്തരം നമുക്കപ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വലിയ വലിപ്പമൊന്നുമില്ലാത്ത ഒരു കമ്പിളിയാണത്, കമ്പിളി ആണ്. അപ്പം അവിടെയും ചില സാധന സാമഗ്രികൾ ആളുകളെ തിരയാൻ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നോ, നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ അറിയാൻ കഴിയുന്ന കുറച്ച് മരുന്ന് സാമഗ്രികളുമാണ്. ഒരു എലി തൊട്ടപ്പുറത്ത് ചത്തിരിക്കുന്നു. സാംക്രമിക രോഗങ്ങളൊക്കെ പകരാൻ ഇനി വലിയ സാധ്യത ഈ മേഖലകളിലുള്ള ഒരിടമായി മാറുന്നു. കുട്ടികളുടെ കളിപ്പാട്ട സാമഗ്രികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ സൈക്കിളിന്റെ പെഡൽ ഭാഗമാണ്. പെഡൽ ഭാഗമാണത്. അത് തീർച്ചയായും കുട്ടികളുടെ സൈക്കിളാണ്. നേരത്തെ ഡയപ്പർ ലഭിച്ചിരുന്നു. അത്തരം ചില സാമഗ്രികളാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഒരു ചെറിയ സോക്സ്, കുട്ടികളുടെ സോക്സാണിത്. ചെറിയ കുട്ടികളുടെ സോക്സ്. ഉറപ്പായിട്ടും ഈ വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ
കഴിയുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചത്. മറുവശത്തേക്ക് വന്ന ഒരു വലിയ വാഹനം തകർന്നു കിടക്കുന്ന ഒരു കാഴ്ച, ഒരു കാറ് തകർന്നു കിടക്കുന്ന കാഴ്ച. അവിടെയും വീടുകളുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാറ് നിശേഷം തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ്. മറുവശത്തേക്ക് വരുമ്പോൾ വീണ്ടും വീടുകൾ തന്നെയാണ്. ഒരു ചെരുപ്പ് ഉണ്ട്, അതിനിപ്പുറം ആ ഒരു വീട് കാണാം. അതും ഒരു വലിയ വീടാണ്. മറ്റൊരു വീടിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ൊരു വീട് നിന്ന സ്ഥലമാണ് എന്നുറപ്പാണ്. അകത്തൊരു വാഹനം തകർന്നു കിടപ്പുണ്ട്. ഒപ്പം ഒരു ഇൻവെർട്ടറാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒന്നും ദൃശ്യപരമായി നമുക്ക് ഒന്നും ആ വീട്ടിൽ അവശേഷിച്ചിട്ടില്ല. നിശേഷം കമ്പിക്കഷ്ണങ്ങൾ മാത്രമായി. ഇതൊരു പടിക്കെട്ടിൻ്റെ ഭാഗമാവാം, പക്ഷേ പടിക്കെട്ടടക്കം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഒറ്റ മരം മാത്രം ആ വീടിൻ്റെ ബാക്കിയായി അവശേഷിച്ചിരിക്കുന്നു. അത് മാത്രമേ ആ വീട്ടിൽ അവശേഷിച്ചിട്ടുള്ളൂ. ആ വീട് നിശേഷം തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്ന കാഴ്ച. ഇനിയും അപ്പുറത്തേക്ക് പോയാൽ അവിടെയും വീടുണ്ടായിരുന്നു. ഈ കമ്പിക്കഷ്ണങ്ങളും കല്ലും കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ കോൺക്രീറ്റ് നകം ഒരു വീടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പോകുന്ന ഇടങ്ങളിൽ മാത്രം ചിന്തിച്ചാൽ ഒരു 30 വീടോളം ഏറ്റവും കുറഞ്ഞത് ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ വീടുകൾ ഈ നിരയിൽ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ വെറും പാറക്കഷ്ണങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു ഇടമായി ഈ സ്ഥലം മാറിയിരിക്കുന്നു. മറുവശത്ത് കാണുന്നത് ഒരു ജീപ്പാണ്. ആ ജീപ്പ് തകർന്ന് തരിപ്പണമായി ഒരു ഭാഗം പോലും പക്ഷേ കണ്ടാൽ അത് ജീപ്പാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നാശമായ ഒരു വാഹനമാണ് നമ്മൾ ആ കണ്ടത്. അതിനിപ്പുറത്തേക്ക് വരുമ്പോഴും വഴി നീളെ ചെരുപ്പുകൾ, തുണികൾ എല്ലാം അവശേഷിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നെയും നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ജലപ്രവാഹം നടുക്കൂടെ മധ്യത്തിലൂടെ താഴേക്ക് പോയ ആ ജലപ്രവാഹം എല്ലാം അപഹരിക്കുകയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തല്ലിക്കെടുത്തിയതും വഴിയിലൂടെ പോയ വെള്ളപ്പാച്ചിൽ താഴെ വേലികൾ നിർമ്മിക്കുന്ന പുഴയുടെ ഇരുവശത്തുമായി കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ വലിയൊരു വെള്ളപ്പാച്ചിലില്ല, ശാന്തമായാണ് ഈ പ്രവാഹം ഒഴുകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമോ അരുവിയോ ഉണ്ടായിരുന്ന സ്ഥലമല്ല. വളരെ പെട്ടെന്നാണ് ഇവിടെ ഇത്തരത്തിലൊരു വെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ഈ പാറക്കഷ്ണങ്ങളെല്ലാം കൂട്ടത്തോടെ പൊട്ടി താഴേക്ക് വരികയും ചെയ്ത്. മറുവശത്ത് നമുക്കൊരു വീട് കാണാം. അതിലെന്തായാലും ഒരു ഗോവണി ചാരി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നതിനായി രക്ഷാപ്രവർത്തകർ ആ വീട്ടിലേക്ക് കയറി പരിശോധിച്ചതാവാം ആ ഗോവണി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദ്യുതി കമ്പികൾ പൊട്ടി തകർന്ന് കിടക്കുന്ന ഒരു കാഴ്ചയും കാണാം. ഇവിടെ നിന്നും നോക്കിയാൽ എന്തായാലും ഈ നിരയിൽ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറുവശത്തും ഒരു വീട് നിശേഷം തകർന്നതിന്റെ അവശേഷിപ്പുകൾ മാത്രം, ചില തടി കൊണ്ടുള്ള ചില ഭാഗങ്ങൾ മാത്രമുണ്ടാവുന്നു. ചില കോൺക്രീറ്റിന്റെ തൂണുകൾ പോലെയുള്ള നിർമ്മിതികൾ നമുക്ക് കാണാം. ഒരുപക്ഷെ ഈ വീടുകൾക്കിടയിലൂടെ ഉള്ള വഴിയായിരിക്കാം. ചേട്ടാ, ഇവിടാണോ വീട്? ആണോ? ഇവിടെ പരിചയക്കാർ വല്ലതും ഉണ്ടായിരുന്നോ? ഇവിടെ നമ്മളെ 2 പെങ്ങന്മാരെ കുട്ടികളെ ഇവിടെ കെട്ടിച്ചു വിട്ടത്.
അത് എൻ്റെ നേരെ താഴെ പെങ്ങള് മൂത്ത പെങ്ങള് അവരൊക്കെ ഒരുവിധം രക്ഷപ്പെട്ടു. അതിൽ മൂത്ത പെങ്ങളെ മോളെ കുട്ടീൻ്റെ ഒരു ചെറിയ കുട്ടി ചളിയിൽ പെട്ടു. അപ്പോൾ ആ ദുരന്തം നടന്ന അന്ന് വെളുപ്പിന് തന്നെ രക്ഷപ്പെട്ടവർ വന്ന്. അപ്പോൾ കഴുത്താരും ചെളിയിലായിരുന്നു മോനെ 6ാം ക്ലാസ് പഠിക്കുന്ന. അങ്ങനെ അതെടുത്തു. ഇപ്പോൾ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ്, മക്കള് രണ്ടാളും മേപ്പാടി ക്യാമ്പിലാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവന് തലയ്ക്ക് ലേശം മുറിവ് പറ്റിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. മൊത്തം കഴുത്ത് വരെ അവന്റെ 2 കൈ ഇങ്ങനെ അങ്ങനെ കണ്ടപ്പോഴാണ് ആൾക്കാർ പോകുന്നത്. ആ സ്പോട്ട് ഞാൻ തെരഞ്ഞെടുക്കായിരുന്നു, മനസ്സിലാവുന്നില്ല അത്. നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂളിൽ നിന്ന് ഏകദേശം ഞാൻ വന്ന സ്പോട്ട് ഏകദേശം ഇവിടെ ആണെന്ന് എന്റെ ഒരു ധാരണ. അനീഷ് സൂചിപ്പിക്കുന്നത്, അനീഷ് കാണുന്ന കാഴ്ചകളാണ് അനീഷ് വിവരിക്കുന്നത്. നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അത്ര കണ്ട് സങ്കടകരമായ വാർത്തയാണ് ഈ ദൃശ്യങ്ങൾ. അതായത് മലവെള്ളം പാഞ്ഞൊഴുകിയ ഇടത്തെ വീട്ടിനുള്ളിലെ ദൃശ്യങ്ങളാണ്. ഒരു രാത്രി കിടന്നുറങ്ങിയപ്പോൾ പിറ്റേന്ന് എന്ത് സംഭവിക്കും, ഇങ്ങനെ ഒരു ദുരന്തമാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ഒരു ഘട്ടത്തിലും ഒരു ചിന്തയോ പ്രതീക്ഷയോ ഇല്ലാതെ കിടന്നുറങ്ങിയവർക്കാണ് നാളത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവസാനിപ്പിക്കേണ്ടി വന്ന ആ ദുരവസ്ഥ.